ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സർവീസിന് കാണിച്ചൊരു വണ്ടിയുടെ പഴയ മോഡൽ വണ്ടിയുടെ കാർബേറ്റർ ക്ലീനിങ് ആണ്. അപ്പോൾ അത് സർവീസിൽ കാണിച്ചായിരുന്നു. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കണമെന്ന് തോന്നി. ഇതിപ്പോൾ ഇങ്ങനെ ഒരുപാട് അഴുക്കായൊരു കാർബേറ്ററാണ്. അപ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു ഇത് ക്ലീൻ ചെയ്ത് വെച്ചേക്കണം അത് തന്നെയാണെന്ന്. പക്ഷേ ഈ നേരത്തെ എല്ലാ പണിയിലും പറഞ്ഞ പോലെ നല്ലൊരു ക്ഷമയും നല്ലൊരിതും വേണ്ടൊരു പണിയാണിത്. ഇത് ഈ കെമിക്കൽ നമ്മൾ കയ്യിൽ ഡയറക്റ്റ് അടിക്കുമ്പോൾ ഈ തുണി ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അടിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ കാർബേറ്റർ അല്ലെങ്കിൽ ത്രോട്ടിൽ ബോഡി ക്ലീനർ എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടാണ് നമ്മൾ. നല്ല കെമിക്കലാണ്, പെട്രോളല്ല നമ്മൾ ക്ലീൻ ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതെല്ലാം അഴിച്ച് പീസാക്കണം. അതിൻ്റെ ഫ്ലോട്ട് ചേമ്പർ ഒക്കെയാണ് നമ്മൾ ആദ്യം റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എല്ലാം നല്ല കറക്റ്റ് ഇതായിട്ട് ഊരിയെടുക്കുക. ഊരിയെടുക്കുമ്പോൾ ത്രെഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ അതിനൊന്നും വലിയ ഇതൊന്നും ഉണ്ടാവില്ല, എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും പാക്കിംഗ് ഒന്നും മാക്സിമം പോവാതെ റിമൂവ് ചെയ്തെടുക്കുക. ഒറിജിനൽ പാക്കിങ്ങൊക്കെ പോയാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ പാക്കിങ്ങിനകത്ത് ഉണ്ടാവും, എന്നാലും പഴയ കാർബേറ്റിനകത്തൊക്കെ ഉണ്ടാവും. എന്നാലും മാക്സിമം ആ കാർബേറ്റിൻ്റെ പാക്കിങ്ങൊന്നും പൊട്ടാതെ അത് ഊരിയെടുക്കുക. എല്ലാം ഊരിയെടുത്തിട്ട് മൂക്ക് നല്ല സുഖമില്ല, 2 ദിവസമായിട്ട് ജലദോഷമാണ്. പിന്നെ പലരും വീഡിയോ ഇടാൻ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഡെഡായിപ്പോയി. അപ്പോൾ അതെ ഇതാണ് കാർബേറ്റിൻ്റെ ആദ്യത്തെ അവസ്ഥ. നേരത്തെ പറഞ്ഞ പോലെ ചേമ്പർ പയ്യെ ഊരിയെടുത്ത് ആദ്യം തന്നെ ഒരു ഡയറക്റ്റ് അടിക്കുമ്പോൾ ഈ സാധനം അത് ഉപയോഗിച്ചവർക്ക് മനസ്സിലാവില്ല. ഇത് ഡയറക്റ്റ് നമ്മുടെ കയ്യിലേക്ക് അടിക്കുമ്പോൾ ഒരു പൊള്ളണ ഫീലായിരിക്കും ആദ്യം. നല്ല തണുത്തൊരു ഇതിലാണ് ഇതിൽ കംപ്രസ് ചെയ്ത് വെച്ചേക്കണം അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആദ്യം അത് കുറച്ച് നേരം അടിച്ച് അത് നന്നായിട്ട് കുതിർത്താൻ വെക്കണം. ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത്. എന്നിട്ട് വേണം അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കണക്ക് നന്നായിട്ട് ബ്രഷ് ചെയ്യണം. അത് ബ്രഷ് ചെയ്ത് പിന്നെയും ഒന്നുകൂടെ പോയില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അടിച്ച് വെക്കണം. പിന്നെ നല്ലൊരു ടൂത്ത് ബ്രഷ്, നല്ലൊരു പുതിയ ബ്രഷാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതുപോലെ ഒന്ന് കുത്തി ഇളക്കി കൂടെ. അപ്പോൾ ഇളക്കുമ്പോൾ അത് ശരിക്കും കാണാൻ പറ്റും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഒലിച്ചിറങ്ങണത്. അത് കഴിഞ്ഞത് വീണ്ടും ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇത് ഒരു ഷോർട്ടായിട്ട് തന്നെ എടുത്തേക്കണത്. കണ്ടമാനം ഡിസ്റ്റൻസുള്ള വീഡിയോസാണ് ഇതൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഇതിൽ കാണാൻ കണക്കാക്കിയാണ് ഇത് തന്നെ എഡിറ്റ് ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇത് പിടിച്ച പരിപാടിയാണ് എഡിറ്റിങ്ങും. എഡിറ്റ് ചെയ്യണവർക്ക് അറിയാൻ ബുദ്ധിമുട്ട്. നമ്മളും ഓരോ വീഡിയോസ് കാണുമ്പോൾ നമുക്കും ഭയങ്കര എളുപ്പമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ അധ്വാനം അവർക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. നല്ല വീഡിയോസ് എടുക്കുന്നവർ അത്ര എഫേർട്ടുള്ളൊരു കാര്യമാണ്. നമുക്കിത് മനസ്സിലായി. എത്ര മണിക്കൂറുകൾ എടുത്തിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ അത്ര കറക്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് കണക്ക് റെസ്റ്റ് ചെയ്ത് വെച്ചാൽ ആദ്യത്തെ റെസ്റ്റിങ്ങിൽ ഇത് കണക്ക് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നല്ല അത്ര അഴുക്കുണ്ടാവും. അത് കഴിഞ്ഞ് 2ാം വട്ടം വീണ്ടും ഇതുണ്ട നേരത്തെ പറഞ്ഞ പോലെ 2ാം വട്ടം ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക. ചിലപ്പോൾ ചിലതിനൊക്കെ 2 ബോട്ടിലൊക്കെ വേണ്ടി വരും. ഇതിൽ ഏകദേശം ഒരു ബോട്ടിലിന് ഒരു 400 രൂപ താഴെയാണ് ചിലവ് വരുന്നത്. അപ്പോൾ നമ്മളിതൊരു കാർബേറ്റർ ക്ലീനിങ്ങും ചിലപ്പോൾ 2 വേണ്ടി വരും. അപ്പോൾ ഇത് എപ്പോഴും സക്സസ് ആവാറില്ല. പല കേസുകൾക്കും കാർബേറ്റർ ക്ലീനിങ് അത്ര സക്സസ്. പിന്നെ ഇതേ കണക്ക് പഴയ വണ്ടികൾക്ക് ഒത്തിരി അഴുക്കായിട്ടിരിക്കുന്നതൊക്കെ നമ്മളത് ക്ലീൻ ചെയ്ത് ഒത്തിരി അവരും കാണുമ്പോൾ അതൊരു മോശമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതണ്ട അടിച്ച് ക്ലീൻ ചെയ്ത് ഏകദേശം ഒരു ഇതാക്കിയിട്ട് 2-3 പ്രാവശ്യം കഴിയാലും കുഴപ്പമില്ല. പക്ഷെ കൈക്കൊരു ഇച്ചിരി മാക്സിമം ഗ്ലൗസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇത്രയും ചെറുപ്പം തൊട്ട് ഇങ്ങനെ ആയി കൈയൊക്കെ ഒരു പരിവ് പോയി. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നന്നായിട്ട് എയർ അടിക്കണം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകമാണ് എയർ നന്നായിട്ട് അടിച്ച് ഹോളുകളെല്ലാം നന്നായിട്ട് എല്ലാ ഹോളുകളിലും നല്ല പ്രഷറിൽ അടിക്കണം. അടിച്ച് എല്ലാം തുറന്നിട്ട് വേണം അത് ക്ലീൻ ചെയ്യാനായിട്ട്. തുറന്ന് നമ്മൾ അധികം എൻ്റെ ജസ്റ്റ് ഒന്ന് ഊതിയൊക്കെ നോക്കുക. അപ്പോൾ ഫസ്റ്റ് മെയിൻ ജെറ്റാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് പലരും ഇതിന് മുമ്പത്തെ ഒരു വീഡിയോസിൽ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഇത് വെച്ച് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് റിസൾട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് പെട്ടെന്നൊരു ഇതിൽ നടക്കുന്ന പരിപാടി. നല്ല ക്ഷമ വേണം. അത് കുത്തി ഇളക്കി ഇരുന്ന് കുത്തി നമ്മുടെ ബ്രഷിനും ഇതിനൊക്കെ കഴുകി തന്നെ കളയണം. അത് കഴിഞ്ഞ് ഫ്ലോട്ട് സെറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്യുമ്പോഴും എല്ലാം അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഫൈബർ വാഷ് ഉണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് എൻ്റെ ഫ്ലോട്ട് നീഡിൽ ഇട്ടത് നമ്മുടെ പൈലറ്റ് ജെറ്റാണ്. സ്ലോ സ്പീഡ് ജെറ്റ് എന്ന് പറയും, പൈലറ്റ് ജെറ്റ് എന്ന് പറയും. പലരും പല ഇതിലും അതിൻ്റെ ഹോളുകൾസൊക്കെ ചെറിയ കമ്പികളൊക്കെ വെച്ച് കുത്തി എല്ലാം ക്ലീൻ ആക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അതൊരു മെയിൻ പാർട്ടാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു ഫങ്ഷൻ, അതിൻ്റെ ഹോൾസ്, അതിൻ്റെ ലെവലൊക്കെ ചെറുതായിട്ട് നീങ്ങിയിരിപ്പുണ്ടോ, ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ഫ്ലോട്ടിൻ്റെ പിന്നെ നമ്മൾ സെറ്റ് ചെയ്യണത്
അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പിന്നൊക്കെ ഊരി എടുക്കുമ്പോഴും നല്ല ടൈറ്റ്, ചിലതൊക്കെ ഒരുപാട് നാളുകളായിട്ട് ഊരിടുമ്പോൾ നല്ല ടൈറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല ഫ്രീ ആയിട്ട് കയറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഫ്ലൂട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഫ്ലൂട്ട് വർക്ക് ചെയ്യണതിന് അതിൻ്റെ ഫ്ലൂട്ടിനൊരു അളവുണ്ട്, അതൊക്കെ നമ്മൾ ആദ്യമേ നോക്കുക. ഇത് പലരും എന്നോട് ചോദിച്ചിട്ട് ചേട്ടൻ എന്തേ കാണിക്കണേ? വേറെ ഒന്നുമല്ല, ഇത് നമുക്ക് എത്ര ശ്രമിച്ചിട്ട് മാറ്റാൻ പറ്റാത്തൊരു ഐറ്റമാണ്. ഫയൽ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ സ്ക്രൂ ഒക്കെ പിടിച്ച പാടുകളൊക്കെ ഉണ്ടാവും സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച്. അതൊന്നും ഇല്ലാതെ നല്ല ഫിനിഷിങ്ങിൽ വേണം ചെയ്യാൻ. നമ്മൾ പുതിയ പാക്കിങ് ഇട്ട്, പഴയ പാക്കിങ് ഇതായിപ്പോയി, പുതിയ പാക്കിങ് ഇട്ട് നല്ല കണ്ടീഷനായിട്ട് സെറ്റ് ചെയ്യണം. എല്ലാ അലൈൻമെൻറ്റുകളെല്ലാം കറക്റ്റ് ചെയ്ത് നമ്മൾ പുറമേ വെച്ച് തന്നെ ഈ ഫ്ലോട്ടിന് ഇടുന്ന അളവ് ഒരു ഓസിൽ ചെക്ക് ചെയ്ത് ഓവർഫ്ലോ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം കൂടെ കാണിച്ച് വരുമ്പോൾ സത്യത്തിൽ ഒരുപാട് ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് വീഡിയോ, അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, ചേട്ടാ ഇത് ചേട്ടന് ഫുൾ വീഡിയോ ഇട്ടിട്ട് ഇത് എഡിറ്റ് ചെയ്യണതിൻ്റെ ബുദ്ധിമുട്ട് കൊടുത്തിട്ടുണ്ട് ഭായി സത്യത്തിൽ. അതല്ലാണ്ട് വേറെ ഒന്നുമല്ല, ഭയങ്കര പിന്നെ ഇതിനകത്ത് കുറേ ക്ലിപ്പുകളൊക്കെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത്. ആദ്യമേ നമ്മൾ ഫ്ലോട്ട് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓവർഫ്ലോയുടെ ഇതൊക്കെ ആദ്യമേ നോക്കി എല്ലാം കറക്റ്റ് ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് അതൊക്കെ. ആദ്യമേ അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓവർഫ്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ പിന്നെ ഇതിനുണ്ട് നമ്മൾ ഇത് തന്നെ ചെയ്യണ്ടേ. അപ്പോൾ അതിന് ഫ്ലോട്ടിനോ അല്ലെങ്കിൽ നീഡിലിനോ, കാരണം ഇത് ഒത്തിരി നാൾ ഇരുന്നൊരു വണ്ടിയാണ്. പുള്ളി ഞാൻ ഇതിനകത്ത് പറഞ്ഞ പോലെ പുള്ളി വിദേശത്തായിരുന്നു. അപ്പോൾ കുറേ നാൾ ഉപയോഗിക്കാതിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വണ്ടികളുണ്ട് നമ്മുടെ കസ്റ്റഡിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്ത് വേറൊരു വണ്ടി ചെയ്യുന്നുണ്ട്, ഒരു മനോജ് എന്ന് പറഞ്ഞാൽ. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അത് ഇതാണൊക്കെ. പിന്നെ എൻ്റെ വർക്ക്ഷോപ്പിൻ്റെ എൻ്റെ വീട്ടിൽ ഒരു വണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ NRIക്കാരുടെ വണ്ടികൾ 3-4 ഉണ്ട്. അവർ ഇതാണൊക്കെ പോകുമ്പോൾ എൻ്റെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പോകും. ഞാനൊന്ന് ഈ വർക്ക്ഷോപ്പിൽ വെക്കും, അല്ലെങ്കിൽ വീട്ടിലൊരു വണ്ടി വെക്കും. പിന്നെ ചിലവർ ഉപയോഗിക്കാൻ വണ്ടി വരും. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, വണ്ടി ഒരു ബുള്ളറ്റില്ലേന്ന്. അതിന് പുറകിലൊരു രസകരമായ കഥയുണ്ട്, അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. 3 ബുള്ളറ്റ് ഉണ്ടായിരുന്നാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് രസകരമായ കഥയാണ്, അത് ഒഴിവാക്കിയത്. അത് ഞാൻ പിന്നീട് പറയാം. പിന്നെ ഇതിപ്പോൾ അത് ചോക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റുമോ, സോറി. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാവുന്ന കുറച്ച് പാർട്ടായതുകൊണ്ട് ചോക്കൊക്കെ നമ്മൾ ചോക്കിൻ്റെ ഫങ്ഷൻ, ചോക്ക് ചിലത് വലിച്ച് കഴിഞ്ഞാൽ റിലീസാവില്ല, റിലീസ് നിൽക്കില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. മാറേണ്ടതാണെങ്കിൽ ചോക്ക് മാറേണ്ടതാണെങ്കിൽ മാറിക്കളെ, അതിൻ്റെ ഫങ്ഷൻ കറക്റ്റാണോ നോക്കിയിട്ട് മാറുക. അതേപോലെ ഈ മെയിൻ ഒരു ഐറ്റമാണ് എയർ സ്ക്രൂ. ഇപ്പോൾ പല വണ്ടികൾക്കും പുതിയ കാർബേറ്റർ മേടിച്ചാൽ നമുക്ക് എയർ സ്ക്രൂ തുറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതൊരു വലിയ പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് പഴയ കാർബേറ്ററിനെ നന്നാക്കി ഇടാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല. പലതും ഞാൻ ചെയ്തു നോക്കി, പല ഇതിലും ചെയ്തു നോക്കിയിട്ട് അത് ശരിയാവുന്നില്ല അത്. അപ്പോൾ ഇത് കമ്പനിക്ക് നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാർബേറ്റർ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നല്ല പൂത്തം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് എങ്ങനെ ഇരുന്നേച്ചോ അതിൻ്റെയൊക്കെ വീഡിയോ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഓവർഫ്ലോൻ്റെ പൈപ്പ്, അതേപോലെ സ്ലൈഡറിനകത്തൊന്നും അഴുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. ഒക്കെ നല്ല ക്ലീനാക്കി നമ്മൾ ഇതിനകത്ത് കാണിക്കുന്ന പോലെ നമ്മൾ ആദ്യമേ തന്നെ വെക്കുമ്പോൾ തന്നെ ഫ്രീ ആയിരിക്കണം സ്ലൈഡർ. അതിനകത്ത് കരിയും കാർബണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്ലൈഡറിൻ്റെ വർക്കിങ്ങിന് ആക്സിലേറ്റർ ടൈറ്റിനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഏകദേശം നമ്മുടെ കാർബേറ്റർ ക്ലീനിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇവനെ വണ്ടിക്കകത്തേക്ക് പിടിക്കും. അപ്പോൾ ഇതൊന്ന് കാണിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥ ഇപ്പോഴത്തേക്കണ്ട, ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതെങ്ങനെ ആക്കിയെടുത്തതിൻ്റെ പുറകിൽ ഉള്ളൊരു ഇത് നിങ്ങളത് കാണിക്കുന്നത്. ഇതായിരുന്നു ഇതിൻ്റെ മുമ്പത്തെ അവസ്ഥ. കണ്ട, ഇത്രയും ഇതായിട്ടിരുന്നൊരു സാധനമാണ് നമ്മൾ കഴുകി ക്ലീനാക്കി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി അങ്ങനെയാക്കി എടുത്തത്. അപ്പോൾ നല്ല ഒരു ഇത് വേണ്ടൊരു പണിയാണിത്. കാണുമ്പോൾ ഒരു ചെറിയ നിസാരം, പക്ഷേ നല്ലൊരു ഇതുള്ളൊരു പണി. കണ്ട, അപ്പോൾ ഇങ്ങനെയാക്കി എടുക്കാൻ പലരും പല ഇതും ചോദിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചേട്ടാ ഇത് പുതിയ കാർബേറ്ററാണോ ചേട്ടൻ കാണിച്ചു തന്നത്? അങ്ങനെ ഇതിന് മുമ്പ് ഇതിനകത്ത് എന്നോട് ചോദിച്ചായിരുന്നു ഒരു പാർട്ടി. പിന്നെ വേറെ എന്തെങ്കിലും ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ഈ സാധനം തന്നെ വെച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് സമയമെടുത്ത് ഇത്തിരി ക്ഷമയോടുകൂടി ചെയ്യണം, എന്നാൽ മാത്രമേ ഇതുപോലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.